ഇന്ത്യയുടെ അതിർത്തിക്കിപ്പുറം കടന്ന് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇവിടുത്തെ നഗരങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തതിന് പിന്നാലെ ഇസ്ലാമാബാദിലും കറാച്ചിയിലും സിയാൽകോട്ടിലും അടക്കം പ്രധാന പാക് നഗരങ്ങളിലൊക്കെ തന്നെ കനത്ത തിരിച്ചടിയാണ് നമ്മുടെ ചുണക്കുട്ടികൾ നൽകിയത്. ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഇസ്ലാമാബാദ് അടക്കം കിടുകിട വിറച്ചു. പാക് തലസ്ഥാന നഗരിയിൽ തീമഴ പെയ്പ്പിച്ച് മിസൈലുകൾ പറന്നിറങ്ങി. കറാച്ചിയിലും സിയാൽകോട്ടിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. പോരട്ടെ, നല്ലോണം പോരട്ടെ. നീയൊക്കെ ഇവിടെ ഒരടി അടിച്ചാൽ അതിന്റെ 1000 ഇരട്ടി ശക്തിയിൽ അങ്ങോട്ട് കിട്ടും. ഇത് ഷഹബാസ് ഷെരീഫിന്റെ വീടിന് തൊട്ടിപ്പുറത്ത് മിസൈൽ വീണപ്പോൾ മനസ്സിലായതല്ലേ? അതെ, വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യയുടെ പവർ. ചൈനയുടെ കയ്യിൽ നിന്ന് ഓരോ തകര ഷീറ്റും വാങ്ങിക്കൊണ്ട് നമ്മളെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. എന്നിട്ടിപ്പോ എന്തായി? നാണം കെടുന്നതോ പോട്ടെ, അത് നിങ്ങൾക്ക് ഇല്ലെന്ന് വെക്കാം. എന്നാൽ ദാരിദ്ര്യമെങ്കിൽ ദാരിദ്ര്യം, അവിടെ സമാധാനത്തോടെ ജീവിച്ചാൽ പോരടോ നിനക്കൊക്കെ. അന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നമ്മുടെ പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഭീകരവാദം നടത്തിയവരെയും അവരെ പോറ്റി വളർത്തുന്നവരെ അടക്കം വേരോടെ പിഴുതെടുക്കുമെന്നാണ്. ആദ്യത്തെ ടാർഗറ്റ് അത് നമ്മുടെ രാജ്യം വിജയകരമായി തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി അടുത്തതാണ് അവരെ പോറ്റി വളർത്തുന്നവർക്കുള്ള ഊഴം. അതെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള പോരാട്ടമാണ്. പാകിസ്ഥാനിലെ ഭീകരരെ പാലൂട്ടി വളർത്തുന്നതിനുള്ള ശിക്ഷ ആദ്യം കൊടുത്തത് അവിടുത്തെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ്. ശിക്ഷ എന്നങ്ങനെ പറയാനും പറ്റില്ല. പുള്ളിയുടെ വസതിയുടെ ഏതാനും കിലോമീറ്റർ അപ്പുറത്ത് ഒരു ഉഗ്രൻ മിസൈൽ ഇട്ട് അങ്ങ് പേടിപ്പിച്ചു. ഉടനെ തന്നെ പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് പുള്ളി സ്ഥലം വിട്ടിട്ടുമുണ്ട്. ഇങ്ങനെ പടിപടിയായി എല്ലാവർക്കും കിട്ടും. ഇതൊരു സാമ്പിൾ മാത്രമാണ്. അതിന്റെയൊക്കെ ഇടയിൽ കൂടി ബലൂചിസ്ഥാൻ ആർമിയും ക്വറ്റ എന്ന സ്ഥലം പിടിച്ചെടുത്ത് ആഭ്യന്തര യുദ്ധത്തിലും പാകിസ്ഥാന് നല്ല അടി കൊടുത്തിരിക്കുകയാണ്. തീർന്നില്ല, ഇമ്രാൻഖാനെ മോചിപ്പിക്കുവാനായി വേറെയും പ്രതിഷേധം നടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവന്മാര് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. കര, കടൽ, വ്യോമസേനകൾ അണ്ണൻ തമ്പിയായി നിന്ന് പാക് പട്ടാളത്തെ വെള്ളം കുടിപ്പിച്ചിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കണ്ടത്. കറാച്ചി തുറമുഖത്ത് വെടിക്കെട്ടും ജമ്മു പഞ്ചാബ് മേഖലകളിൽ പൊടിപ്പൂരവുമായി ഒരു കനത്ത തിരിച്ചടി തന്നെയാണ് നമ്മുടെ പുലിക്കുട്ടികൾ വെച്ച് കാച്ചിയത്. കൂട്ടത്തിൽ നമുക്കൊരു പവറിന് കറാച്ചി വിറപ്പിച്ചത് നമ്മുടെ INS വിക്രാന്ത് ആണ്. ഇന്നലെ നടന്ന ആ സംഭവങ്ങൾ എന്തായാലും നമുക്കൊന്ന് ചുരുക്കി പറയാം. ഇന്ത്യയുടെ അതിർത്തിക്കിപ്പുറം കടന്ന് യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇവിടുത്തെ നഗരങ്ങൾ ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഒടിച്ചു മടക്കി കയ്യിൽ കൊടുത്തതിന് പിന്നാലെ ഇസ്ലാമാബാദിലും കറാച്ചിയിലും സിയാൽകോട്ടിലും അടക്കം പ്രധാന പാക് നഗരങ്ങളിലൊക്കെ തന്നെ കനത്ത തിരിച്ചടിയാണ് നമ്മുടെ ചുണക്കുട്ടികൾ നൽകിയത്. ഇന്ത്യൻ വ്യോമാക്രമണത്തിൽ ഇസ്ലാമാബാദ് അടക്കം കിടുകിട വിറച്ചു. പാക് തലസ്ഥാന നഗരിയിൽ തീമഴ പെയ്പ്പിച്ച് മിസൈലുകൾ പറന്നിറങ്ങി. കറാച്ചിയിലും സിയാൽകോട്ടിലും തുടർ സ്ഫോടനങ്ങൾ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. പാക് തലസ്ഥാനത്ത് ഇന്ത്യൻ മിസൈലുകൾ പതിച്ചതായുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ലാഹോറിലും സിയാൽകോട്ടിലും ഇസ്ലാമാബാദിലും ഇന്ത്യ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു. 3 ഇടങ്ങളിലും ശക്തമായ മിസൈൽ ആക്രമണമാണ് നടത്തുന്നത്. ഡ്രോൺ ആക്രമണവും ശക്തമാക്കിയിരിക്കുന്നു. പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെല്ലാം തന്നെ നിലവിൽ ഇരുട്ടിലാണ്. യുദ്ധസമാനമായ സാഹചര്യമാണ് നിലവിൽ അതിർത്തിയിലെന്നാണ് വിവരം. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിങ്ങനെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കേരളത്തിലടക്കം അതിജാഗ്രതയിലാണ് എല്ലാ സേനാ സംവിധാനങ്ങളും ഉള്ളത്. അതിന് കാരണം നമുക്കിവിടെ തീരദേശ മേഖലയാണ് പ്രധാനപ്പെട്ട വിഷയം. എന്തായാലും അതിർത്തിയിൽ BSFും ജാഗ്രതയിലാണ്. ജമ്മുവിന് പുറമെ ഉദ്ധംപൂരിലും ജയ്സൽമേറിലും പാകിസ്ഥാൻ കനത്ത ഷെല്ലിംഗ് നടത്തിയിരുന്നു. ഇതിനെതിരെ ഇന്ത്യ ശക്തമായ പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത്. ഈ പ്രതിരോധത്തെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായും വിട്ടുപോകാൻ പാടില്ലാത്ത ഒന്നാണ് നമ്മുടെ വജ്രായുധമായ S-400 ട്രയംഫ് എന്നത്. അതായത് ഇന്ത്യയിലെ 15 സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇന്ത്യൻ സൈന്യത്തെ ഏറ്റവും അധികം സഹായിച്ചത് റഷ്യ നൽകിയ S-400 ട്രയംഫ് ആണ്. ഒറ്റ പാക് മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ലക്ഷ്യം കാണാൻ കഴിയാതിരുന്നത് പാക് സൈന്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഈ കടന്നാക്രമണ ശ്രമത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ തിരിച്ചടിയിൽ പാക് പ്രതിരോധ സംവിധാനങ്ങൾ ചീട്ടുകൊട്ടാരം പോലെയാണ് തകർന്നു വീണത്. ലാഹോർ, റാവൽപിണ്ടി, ഗുജ്റൻവാല, ചക്വാൾ, അറ്റോക്ക്, ബഹവൽപൂർ, അതുപോലെ തന്നെ മിയാൻവാലി, ചോർ, കറാച്ചി തുടങ്ങി പാകിസ്ഥാന്റെ നിരവധി തന്ത്രപ്രധാന നഗരങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യ കനത്ത ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി. ലോക രാജ്യങ്ങളെ പോലും ഞെട്ടിച്ച നീക്കമായിരുന്നു ഇത്. പാകിസ്ഥാന്റെ ഈ പാഴായി പോയ ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ തന്നെ ജമ്മുവിൽ നിന്ന് പറന്നുയർന്നത് 2 പോർ വിമാനങ്ങളാണ് പാകിസ്ഥാന്റെ 3 യുദ്ധവിമാനങ്ങളെ എന്നിട്ട് തകർക്കുകയും ചെയ്തു.
ചൈനീസ് നിർമ്മിതിയായ 2 JF-17 വിമാനങ്ങൾ തകർന്നതായ വിവരം പാകിസ്ഥാന്റെ സൈനിക വൃത്തങ്ങൾ തന്നെ ഇതിനോടകം സ്ഥിരീകരിച്ചും കഴിഞ്ഞു. F-16 കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണം ഉണ്ടായിട്ടുമില്ല. ഇതാണ് ചൈനയുടെ തകര ഷീറ്റിന്റെ ഗുണം. വിശ്വസിച്ചിറങ്ങി പുറപ്പെട്ടതല്ലേ, ആയിക്കോളൂ. മാത്രമല്ല, പാകിസ്ഥാന്റെ ഈസ്റ്റേൺ കോറിഡോർ മേഖലയിൽ കനത്ത നാശം ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ഉണ്ടായി എന്നും DGISPR നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്നുവെന്നും അവർ പറയുന്നു. അതെ, അതാണല്ലോ കഴിഞ്ഞ രാത്രി മുഴുവൻ നമ്മൾ കണ്ടത്. നിലവിൽ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാന്റെ ശക്തമായ വെടിവെപ്പ് തുടരുകയാണ്. ഹമാസ് മാതൃകയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തിയതെന്നാണ് കരസേനാ വൃത്തങ്ങൾ പറയുന്നത്. വ്യോമസേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഡ്രോണുകൾ എത്തിയത്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ അമൃത്സറിലും ഹോഷിയാർപൂർ എന്നിവിടങ്ങളിലും ബ്ലാക്ക് ഔട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടത്തുകയാണ്. രാജസ്ഥാനിലും ഡ്രോൺ ആക്രമണം എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമ്മളെ കാത്തു രക്ഷിക്കാൻ അതിർത്തിയിൽ നമ്മുടെ പുലിക്കുട്ടികൾ ഉള്ളിടത്തോളം നമ്മൾ സുരക്ഷിതർ തന്നെയാണ്, അതിൽ സംശയമേ വേണ്ട. പക്ഷേ പാകിസ്ഥാന്റെ കാര്യമാണ് നിലവിൽ ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുന്നത്. സുഹൃത്തുക്കളെ, അല്ലെങ്കിലും ഇങ്ങനൊരു രാജ്യം നമ്മുടെ ലോകത്ത് തന്നെ വേറെയില്ല. കാരണം ഈ ഭീകരന്മാർ കാരണമാണ് തങ്ങൾ ഗതി പിടിക്കാത്തത് എന്ന് ഇവന്മാർക്ക് നല്ലപോലെ അറിയാം. എന്നിട്ടും രാജ്യത്തിന്റെ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റാതെ കിട്ടുന്ന പൈസ മൊത്തം ഈ ഭീകരവാദം വളർത്താൻ വേണ്ടിയായി ഫണ്ട് ചെയ്യുന്നു. എന്നിട്ട് അവന്മാരെ ആരെയെങ്കിലും തട്ടിയാൽ, അതായത് ഈ തീവ്രവാദികളെ തട്ടിയാൽ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും രാജ്യത്തിന്റെ മേലധികാരിയും ഒക്കെ എത്തി ഉയർന്ന ബഹുമതിയൊക്കെ കൊടുത്ത് അടക്കുകയും ചെയ്യും. എന്തൊരു ഗതികെട്ട രാജ്യമാണ് എന്ന് നോക്കണേ. ഇവന്മാരൊക്കെ എന്താണാവോ കഴിക്കുന്നത്? തലയ്ക്കകത്തിരിക്കുന്നത് വല്ല ചളിയുമാണോ എന്നറിയാനാണ്. അതൊക്കെ പോട്ടെ, അവന്മാരായി അവരുടെ ലോകമായി. അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കും മുന്നേ പറയാനുണ്ട്. അതായത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് ഇവിടുത്തെ സുഖവും സൗകര്യങ്ങളും അനുഭവിച്ച് ചിലർ പാകിസ്ഥാനെ ന്യായീകരിച്ചുകൊണ്ട് അവരെ വിക്ടിമുകളാക്കി ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും കറങ്ങി അടിച്ച് നടപ്പുണ്ട്. അവർ പറയുന്നത് നിരപരാധികളായ ആളുകളെ നമ്മൾ എന്തിനാണ് ഇരയാക്കുന്നത്, അല്ലെങ്കിൽ കുട്ടികളെ എന്തിനു നമ്മൾ ലക്ഷ്യം വെക്കണം എന്നൊക്കെയാണ്. എങ്കിൽ പഹൽഗാമിൽ സംഭവിച്ചത് എന്താണ്? ആ കൊല്ലപ്പെട്ട 26 പേരുടെ ജീവന് നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? പിന്നെ ഇതൊരു യുദ്ധമല്ല, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ സുരക്ഷയുടെ ഭാഗമായി ഭീകരന്മാർ തമ്പടിച്ച ഇടങ്ങളിൽ മാത്രമാണ് നമ്മൾ ആക്രമണം നടത്തിയത്. അല്ലാതെ ആ കള്ളപ്പാക്കികൾ ഇന്ന് കാട്ടിക്കൂടുന്നത് പോലെ ജനങ്ങളെ നമ്മുടെ സൈന്യം ലക്ഷ്യമിട്ടിട്ടേ ഇല്ല. അതിന്റെ ഭാഗമായി അവർ ഉപയോഗിച്ച ആയുധങ്ങൾ പോലും അതീവ സൂക്ഷ്മതയോടെയാണ് നമ്മുടെ സൈന്യം തിരഞ്ഞെടുത്തത്. അതെ, ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ്. അതാദ്യം മനസ്സിലാക്കി വെക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഇങ്ങോട്ട് ആക്രമണവുമായി വരുമ്പോൾ നമ്മുടെ സൈന്യം എന്താ അവിടെ നോക്കി നിൽക്കണം എന്നാണോ ഇവരൊക്കെ പറയുന്നത്? എന്നിട്ട് നമ്മളെയൊക്കെ അവർക്ക് മുന്നിലേക്ക് ഇട്ടുകൊടുക്കണോ? എന്താണ് അങ്ങനെയുള്ളവരുടെയൊക്കെ അഭിപ്രായം? അതുകൂടി ഒന്ന് പറയണം കേട്ടോ. നോക്കൂ, ഇത് രാഷ്ട്രീയ വിരോധമോ മതസ്പർദ്ധയോ വളർത്താനുള്ള സമയമല്ല. പ്രതിപക്ഷം പോലും ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമ്മളിവിടെ ആരൊക്കെയോ പറയുന്നത് മറ്റും കേട്ട് അവസരം മുതലെടുക്കരുത്. നമ്മൾ ഇന്ത്യക്കാരാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുവരെ നന്ദി.